ഹായ് ഫ്രണ്ട്സ്, ഈ സീരീസ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ നമ്മളെ ചാനലിൽ ഒരു ചാനൽ ആർട്ട് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ ഇതെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ വന്ന പുതിയ അപ്ഡേഷനിൽ എങ്ങനെയാണ് ചാനൽ ബാനർ, ചാനൽ ആർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ചാനൽ ബാനർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ കൂടുതൽ പറയുന്നൊന്നുമില്ല, ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് മനസ്സിലാക്കിയിട്ട് അതേപോലെ ചാനൽ ബാനർ നിർമ്മിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചാനൽ ബാനർ നിർമ്മിച്ചിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ചാനൽ ബാനർ ഉണ്ടാക്കുക എന്നും അതേപോലെ ഇതെങ്ങനെയാണ് നമ്മളെ ചാനലിന് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ അതേപോലെ ഈ ചാനൽ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നേരെ ഇനി ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് അതേപോലെ ചെയ്യുക. പിക്സൽ ലാബ് എന്നുള്ള ആപ്ലിക്കേഷനിൽ തന്നെയാണ് ഇന്ന് നമ്മൾ ചാനൽ ബാനർ നിർമ്മിക്കാൻ പോകുന്നത്. പിക്സൽ ലാബ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മുകളിലെ 3 ഡോട്ടിൽ നിന്നും ഇമേജ് സൈസ് സെലക്ട് ചെയ്യണം. ഇമേജ് സൈസിൽ വിഡ്ത്തും ഹൈറ്റും നമ്മൾ നൽകണം. വിഡ്ത്ത് 2048ഉം ഹൈറ്റ് 1152മാണ് നൽകേണ്ടത്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ കാണുന്ന ന്യൂ ടെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതിനാൽ മുകളിലെ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം മുകളിലെ പ്ലസ് ബട്ടൺ അമർത്തി ഷേപ്സ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിൽ നിന്നും ഒരു ഷേപ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ പല ഷേപ്പുകളും കിട്ടുമെങ്കിലും ഒരു സ്ക്വയറാണ് ഞാൻ സെലക്ട് ചെയ്തത്. പിന്നീട് ഇതിൻ്റെ 2 സൈഡിലേക്കും ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഇനി താഴെ കാണുന്ന ഓപ്ഷനിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിന് കളർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്നും നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ഞാനൊരു ബ്ലൂ കളറാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇതിലേക്കൊരു ഇമേജ് ആഡ് ചെയ്യണം. അതിന് പ്ലസ് ബട്ടൺ അമർത്തി ഫ്രം ഗാലറി കൊടുക്കുന്നു. എൻ്റെ ഗാലറിയിൽ നിന്നും ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കുക. ഇതിനെ ഏറ്റവും സൈഡിലേക്ക് കൊണ്ടുവെക്കാതെ കുറച്ച് ഉള്ളിലേക്കായിട്ട് സെറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്കിതിലേക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. പ്ലസ് ബട്ടണിൽ ടെക്സ്റ്റ് അമർത്തുക. അതിനുശേഷം ഒരു ടെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. പിന്നീട് ടെക്സ്റ്റിൻ്റെ ഫോണ്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. ടെക്സ്റ്റ് അധികം വലുതാക്കാതെ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ സെറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട എന്തും ഈ ബാനറിൽ നൽകാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ID നൽകാം, അതേപോലെ ഇൻസ്റ്റഗ്രാം ID എല്ലാം ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ബാനർ നൽകുക. ഇനി മുകളിലെ സേവ് ബട്ടൺ അമർത്തി ഇത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ ആണ്. ഇനി നമുക്കിതിലെ പുതിയതായിട്ട് വന്നിട്ടുള്ള കസ്റ്റമൈസേഷൻ ബട്ടൺ ഒന്ന് അമർത്താം. കസ്റ്റമൈസേഷൻ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇതിൽ രണ്ടാമതായി കാണുന്ന ബ്രാൻഡിങ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 3 കാര്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രൊഫൈൽ പിക്ക് ഇവിടെ മാറ്റാൻ സാധിക്കും. അതേപോലെ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ച ബാനർ ഇമേജ്, അതേപോലെ തന്നെ വീഡിയോ വാട്ടർമാർക്കും ഇവിടെ നൽകാൻ സാധിക്കും. ഇതിൽ നമുക്കിപ്പോൾ വേണ്ടത് ബാനർ ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നേരെ നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും വരിക. ഇവിടെ നിന്ന് നമ്മൾ നിർമ്മിച്ച ബാനർ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഒരു 3 എഴുത്ത് കാണാം. വ്യൂവബിൾ ഓൺ TV, വ്യൂവബിൾ ഓൺ ഡെസ്ക്ടോപ്പ്, വ്യൂവബിൾ ഓൺ ഓൾ ഡിവൈസ്. ഇങ്ങനെ TV-യിൽ എങ്ങനെയാണ് കാണുന്നത്, അതേപോലെ ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണ് ഈ ബാനർ കാണുന്നത്, ഓൾ ഡിവൈസുകളിൽ എങ്ങനെയാണ് ഈ ബാനർ കാണുന്നത് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ നിർമ്മിച്ച ബാനർ ഫുള്ളായിട്ട് കാണണമെങ്കിൽ
നമ്മൾ നൽകിയിരുന്ന ഷേപ്പ് ഒന്നുകൂടെ അതിൻ്റെ വിഡ്ത്ത് കുറച്ചുകൂടെ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഫിറ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിർമ്മിച്ചത് ഇങ്ങനെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇമേജ് കുറച്ച് സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ബാനർ റെഡി ആയിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന ഡൺ ബട്ടൺ അമർത്തുക. പിന്നീട് നമുക്ക് മുകളിൽ കാണുന്ന പബ്ലിഷ് ബട്ടണും കൂടെ അമർത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ ബാനർ ഇതിലേക്ക് അപ്ലോഡിംഗ് കംപ്ലീറ്റ് ചെയ്യുകയുള്ളൂ. Hey there. Subscribe to my channel. And also press this bell icon.